നമസ്കാരം. ഇന്ത്യൻ വൈസ് ക്യാപ്റ്റനും യുവ ഓപ്പണറുമായ ശുഭ്മൻ ഗില്ലിന്റെ T20 ഫോമിൽ കോച്ച് ഗൗതം ഗംഭീറിനും അതൃപ്തിയുണ്ടെന്ന സൂചനകളാണ് പുറത്ത് വരുന്നത്. എത്രയും വേഗത്തിൽ ഫോം മെച്ചപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ പ്ലേയിങ് 11-ൽ നിന്നും ഒഴിവാക്കുകയെന്ന കടുപ്പമേറിയ നടപടിയും അദ്ദേഹം സ്വീകരിച്ചേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓസ്ട്രേലിയയുമായുള്ള 4ാം T20ക്ക് മുന്നോടിയായി ഗില്ലിന് ഗംഭീര ശക്തി തന്നെ നൽകുമെന്നും അത് താക്കീത് നൽകിയെന്നുമുള്ളതാണ് ഇപ്പോൾ വിവരത്തിൽ പുറത്തുവരുന്നത്. ഇത് ശരിവെക്കുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നു എന്ന് പറയാം. T20യിൽ ഗില്ലിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടുവെന്ന് തന്നെ ഇതോടെ ഉറപ്പിക്കേണ്ടി വരും എന്നും പറയുന്നു. വ്യാഴാഴ്ചയാണ് ഗോൾഡ് കോസ്റ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നിർണായകമായ 4ാം T20 പോരാട്ടം നടക്കാനിരിക്കുന്നത്. ഈ മത്സരത്തിന് മുന്നോടിയായി ടീം ഇന്ത്യ ഇവിടെ കഠിന പരിശീലനത്തിലുമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഈ പരിശീലന സെക്ഷനിൽ നിന്നുള്ള വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ടീമിലെ മറ്റ് കളിക്കാർ പരിശീലനം നടത്തവേ ഗില്ലിന് മാത്രം അടുത്തേക്ക് വിളിച്ച് ഗൗതം ഗംഭീർ ഏറെ നേരം ഗ്രൗണ്ടിൽ നിന്ന് സംസാരിക്കുകയും അവിടെ വെച്ച് തന്നെ സംസാരിച്ച് ഇവരുടെ ചർച്ചകൾ മിനിറ്റുകളോളം തന്നെ നീണ്ടു നിൽക്കുന്ന ഒരു കാഴ്ച വീഡിയോ ആയി തന്നെ എല്ലാവരുടെ മുന്നിലേക്കും എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള ഈ സംസാരം നിസ്സാരമായി കാണേണ്ടതില്ല എന്നുകൂടി പറയുന്നു. T20യിൽ ഗില്ലിൻ്റെ മോശം ഫോമിനെക്കുറിച്ച് തന്നെയായിരിക്കണം ഗംഭീർ അവിടെ സംസാരിച്ചിട്ടുണ്ടാവുക എന്നതാണ് വിലയിരുത്തപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എത്രയും വേഗം തന്നെ ഓപ്പണിങ്ങിൽ തന്നെ ക്ലിക്കായിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റാൻ തന്നെ കോച്ച് മടിക്കില്ല എന്നായിരിക്കാം ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവുക എന്നതാണ് എല്ലാവരും നോക്കുന്നൊരു കാര്യം. ചില കളിക്കാരോട് ഗംഭീറിന് പ്രത്യേകം താല്പര്യമുണ്ടെങ്കിലും മോശം ഫോം തുടർക്കഥയാക്കിയാൽ തന്നെ അദ്ദേഹം വച്ചു പൊറുപ്പിക്കില്ല. പെർഫോമൻസ് തന്നെയാണ് ഗംഭീർ മറ്റെന്തിനേക്കാളും തന്നെ പ്രാധാന്യമായി കൽപ്പിക്കുന്നത് എന്നുകൂടി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത് തെളിയിക്കുന്ന ചില സംഭവങ്ങളും നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനമായി യുവ പേസർ ഹർഷിത് റാണയ്ക്ക് ഗംഭീർ മുന്നറിയിപ്പ് നൽകിയിരുന്നതായിട്ടും ബാല്യ കോച്ച് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്, സൂചനകളടക്കമുള്ള കാര്യങ്ങളെല്ലാം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ പുറത്താക്കുമെന്ന ശക്തമായ താക്കീതാണ് ഹർഷിത്തിന് ലഭിച്ചതെന്നുമാണ് ഹർഷിതിൻ്റെ കോച്ച് പറഞ്ഞത് എന്നുകൂടി പറയാം. ഇതിനുശേഷം തന്നെ എടുത്തു നോക്കിയാൽ ഹർഷിതിൻ്റെ പ്രകടനത്തിലും ഏറെ പുരോഗതിയിലുണ്ടായിട്ടുണ്ട് എന്നുകൂടി പറയണം. തനിക്ക് പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളായിട്ട് പോലും തന്നെ ഇപ്പോൾ ഹർഷിത്തിന് ഗംഭീർ മുന്നറിയിപ്പ് നൽകിയത് ഗില്ലിനെയും ഭയപ്പെടുത്തുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. കൃത്യമായ വാക്കുകൾ തന്നെയാണിത്. പെർഫോം ചെയ്തില്ലെങ്കിൽ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല എന്നുകൂടിയാണ് കൂട്ടിച്ചേർക്കുന്നത്. ഓസ്ട്രേലിയക്കെതിരായ ശേഷിച്ച 2 കളിയിൽ കൂടി ഫ്ലോപ്പ് ഷോ തുടർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ മനസ്സിലാക്കുന്നൊരു കാര്യം ഗില്ലിനെ മാറ്റുന്ന കാര്യത്തിൽ ഗംഭീർ ഗൗരവമായി തന്നെ ആലോചിക്കും എന്നതാണ്. അതിൻ്റെ സാധ്യത കൂടിയാണ് കുറിച്ച് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. ഇന്ത്യൻ T20 ഓപ്പണറായി തന്നെ എടുത്തു നോക്കിയാൽ ശുഭ്മൻ ഗില്ലിൻ്റെ തുടർച്ചയായ മോശം പ്രകടനങ്ങളും ഗൗതം ഗംഭീറിൻ്റെ അതൃപ്തിയുമെല്ലാം തന്നെ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിന് സന്തോഷിക്കാൻ വക നൽകുന്നുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. കാരണം എടുത്തു നോക്കിയാൽ തന്നെ ഗില്ലിനെ കൊണ്ട് ഓപ്പണിംഗ് പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ഈ റോളിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യം ഗംഭീർ ആലോചിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് കൃത്യമായി ഓരോ വാക്കുകളിലും എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് തന്നെ പറയാം. നേരത്തെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സഞ്ജു അഭിഷേക് ശർമ്മ ജോഡിയെ തന്നെ മാറ്റിക്കഴിഞ്ഞാൽ ഏഷ്യ കപ്പിൽ ഗില്ലിനെ ഓപ്പണറായി ടീമിലേക്ക് തിരികെ വിളിച്ചതെന്നുകൂടി നമ്മൾ ഓർക്കണം.